10th സ്റ്റാൻഡേർഡ് ന്യൂ SCERT ടെക്സ്റ്റ് ബുക്കിലെ ജോഗ്രഫി പാഠഭാഗത്തുനിന്നുള്ള ഫസ്റ്റ് ചാപ്റ്ററിലെ ഭാഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പകുതി ഭാഗങ്ങൾ മാത്രമാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഈ ജോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ള ബാക്കി ഭാഗങ്ങളാണ് ഇന്നത്തെ ഓഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചാപ്റ്ററിലേക്ക് കിടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാറ്റിൻ്റെ വേഗത അളക്കുന്നത് അനിമോമീറ്റർ, കാറ്റിൻ്റെ ദിശ അളക്കുന്നത് വിൻഡ് വെയിൻ, അങ്ങനെ പറഞ്ഞാണ് നിർത്തിയത്. ഇനി വിവിധ തരം കാറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കാറ്റ് സ്ഥിരവാദങ്ങൾ, കാലികവാദങ്ങൾ, പ്രാദേശികവാദങ്ങൾ, അസ്ഥിരവാദങ്ങൾ, ഇങ്ങനെ 4ആയിട്ട് കാറ്റുകളെ തിരിക്കാം. ഏതൊക്കെയാണ്? സ്ഥിരവാദങ്ങൾ, കാലികവാദങ്ങൾ, പ്രാദേശികവാദങ്ങൾ, അസ്ഥിരവാദങ്ങൾ. ഇനി എന്താണ് സ്ഥിരവാദങ്ങൾ എന്ന് നോക്കാം. വർഷം മുഴുവൻ ഒരു നിശ്ചിത ദിശയിൽ സ്ഥിരമായി വീശുന്ന കാറ്റുകൾ. വർഷം മുഴുവൻ ഒരു നിശ്ചിത ദിശയിൽ സ്ഥിരമായി വീശുന്ന കാറ്റുകളാണ് സ്ഥിരവാദങ്ങൾ. സ്ഥിരവാദങ്ങളുടെ മറ്റു പേരുകളാണ് നിരന്തരവാദങ്ങൾ, ആഗോളവാദങ്ങൾ എന്നിവ. സ്ഥിരവാദങ്ങളെ പറയുന്ന മറ്റു പേരുകൾ ഏതൊക്കെയാണ്? നിരന്തരവാദങ്ങൾ, ആഗോളവാദങ്ങൾ. ഉത്തര ദക്ഷിണാർദ്ധ ഗോളങ്ങളിൽ നിന്നുള്ള വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന മധ്യരേഖാ ന്യൂനമർദ്ദ പ്രദേശത്തെ ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്ന് വിളിക്കുന്നു. എന്താണ്? ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ. ഉത്തര ദക്ഷിണാർദ്ധ ഗോളങ്ങളിൽ നിന്നുള്ള വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന മധ്യരേഖാ ന്യൂനമർദ്ദ പ്രദേശത്തെ, അപ്പോൾ ഉത്തര ദക്ഷിണാർദ്ധ ഗോളങ്ങളിൽ നിന്നുള്ള വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്നത് എവിടെയാണ്? മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലയിലാണ്. ഈ പ്രദേശത്തെയാണ് ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്ന് പറയുന്നത്. ഇനി കാലികവാദങ്ങൾ. സ്ഥിരവാദങ്ങൾ എന്താണെന്ന് പറഞ്ഞു. വർഷം മുഴുവൻ ഒരു നിശ്ചിത ദിശയിൽ സ്ഥിരമായി വീശുന്ന കാറ്റുകളാണ് സ്ഥിരവാദങ്ങൾ. കാലികവാദങ്ങൾ നിശ്ചിത ഇടവേളകളിൽ വിപരീത ദിശയിലേക്ക് ഗതിമാറുന്ന കാറ്റുകളാണ്. നിശ്ചിത ഇടവേളകളിൽ വിപരീത ദിശയിലേക്ക് ഗതിമാറുന്ന കാറ്റുകളാണ് കാലികവാദങ്ങൾ. ദൈനംദിനം ആവർത്തിക്കുന്ന പ്രാദേശികവാദങ്ങളായ കടൽക്കാറ്റ്, കരക്കാറ്റ്, പർവ്വതക്കാറ്റ്, താഴ്വരക്കാറ്റ് എന്നിവയും ഉഷ്ണശൈത്യകാലങ്ങളിൽ ഉണ്ടാകുന്ന മൺസൂൺ കാറ്റുകളും കാലികവാദങ്ങൾക്ക് ഉദാഹരണമാണ്. എന്താണ് കാലികവാദങ്ങൾ? നിശ്ചിത ഇടവേളകളിൽ വിപരീത ദിശയിലേക്ക് ഗതിമാറുന്ന കാറ്റുകളാണ് കാലികവാദങ്ങൾ. കാലികവാദങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കടൽക്കാറ്റ്, കരക്കാറ്റ്, പർവ്വതക്കാറ്റ്, താഴ്വരക്കാറ്റ് എന്നിവ. ഇപ്പോൾ നമ്മൾ സ്ഥിരവാദങ്ങൾ പറഞ്ഞു. സ്ഥിരവാദങ്ങളെ നിരന്തരവാദങ്ങൾ എന്നും പറയും, ആഗോളവാദങ്ങൾ എന്നും പറയും. സ്ഥിരവാദങ്ങളുടെ മറ്റൊരു പേരാണ് വാണിജ്യവാദങ്ങൾ. ഇനി പർവ്വതക്കാറ്റ് എന്താണെന്ന് നോക്കാം. രാത്രികാലങ്ങളിൽ പർവ്വതച്ചരിവിലെ വായു തണുത്ത് സങ്കോചിച്ച് താഴ്ന്നിറങ്ങുന്നതാണ് പർവ്വതക്കാറ്റ്. രാത്രികാലങ്ങളിൽ പർവ്വതച്ചരിവിലെ വായു തണുത്ത് സങ്കോചിച്ച് താഴ്ന്നിറങ്ങുന്നതാണ് പർവ്വതക്കാറ്റ്. പകൽ സമയത്ത് സൂര്യതാപമേറ്റ് പർവ്വതച്ചെരിവിലെ വായു വികസിച്ചുയരുന്നത് താഴ്വരയിൽ നിന്നും പർവ്വതമുകളിലേക്ക് കാറ്റ് വീശുന്നതിന് കാരണമാകുന്നു. ഇതാണ് താഴ്വരക്കാറ്റ്. അപ്പോൾ രാത്രി പർവ്വതങ്ങളിൽ നിന്നും താഴ്വരയിലേക്ക് കാറ്റ് വീശും. ഇതാണ് പർവ്വതക്കാറ്റ്. ഇനി പകൽ സമയത്ത് താഴ്വരയിൽ നിന്നും പർവ്വതത്തിലേക്ക് കാറ്റ് വീശുന്നതാണ് താഴ്വരക്കാറ്റ്. കാറ്റിൻ്റെ കാലികമായ ദിശാവ്യതിയാനമാണ് മൺസൂൺ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. തെക്കുപടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യൻ വൻകര, പ്രത്യേകിച്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡം വൻതോതിൽ ചൂടുപിടിക്കുന്നതിനാൽ ശക്തമായ ന്യൂനമർദ്ദം രൂപപ്പെടുന്നു. താരതമ്യേന ഉയർന്ന മർദ്ദമുള്ള ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും മർദ്ദം കുറഞ്ഞ വൻകര ഭാഗത്തേക്ക് കാറ്റ് വീശുന്നു. കൊറിയോലിസ് പ്രഭാവത്താൽ തെക്കുപടിഞ്ഞാറ് നിന്ന് വീശുന്ന ഈ കാറ്റുകൾ കരയിൽ പ്രവേശിക്കുന്നതോടെ വ്യാപകമായി മഴ ലഭിക്കുന്നു. ഇതാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ്. എന്താണ്? ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യൻ വൻകര, പ്രത്യേകിച്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡം വൻതോതിൽ ചൂടുപിടിക്കുന്നതിനാൽ ശക്തമായ ന്യൂനമർദ്ദം രൂപപ്പെടുന്നു. താരതമ്യേന ഉയർന്ന മർദ്ദമുള്ള ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും മർദ്ദം കുറഞ്ഞ വൻകര ഭാഗത്തേക്ക് കാറ്റ് വീശുന്നു. കൊറിയോലിസ് പ്രഭാവത്താൽ തെക്കുപടിഞ്ഞാറ് നിന്ന് വീശുന്ന ഈ കാറ്റുകൾ
കരയിൽ പ്രവേശിക്കുന്നതോടെ വ്യാപകമായി മഴ ലഭിക്കുന്നു. ഇനി ശൈത്യകാലത്ത് ദക്ഷിണേന്ത്യ ഉൾപ്പെടുന്ന ഉത്തര വൻകര ഭാഗങ്ങൾ കൊടും ശൈത്യത്തിൻ്റെ പിടിയിൽ അമരുന്നതിനാൽ ഉത്തരേന്ത്യക്ക് മുകളിൽ ഉച്ചമർദ്ദം രൂപപ്പെടുന്നു. ഉത്തരേന്ത്യക്ക് മുകളിലാണ് ഉച്ചമർദ്ദം രൂപപ്പെടുന്നത്. ഇതിനാൽ കരയിൽ നിന്നും ഇന്ത്യൻ സമുദ്രത്തിലേക്ക് വടക്ക് കിഴക്ക് ദിശയിൽ നിന്നും തുടർച്ചയായി കാറ്റ് വീശുന്നു. പൊതുവെ ഈർപ്പരഹിതമായ ഈ കാറ്റുകളെ വടക്ക് കിഴക്കൻ മൺസൂൺ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് വാണിജ്യവാദങ്ങൾ ഏതൊക്കെയാണ് അഥവാ സ്ഥിരവാദങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. അടുത്തതായിട്ട് പറഞ്ഞത് കാലികവാദങ്ങളാണ്. കാലികവാദങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കടൽക്കാറ്റ്, പർവ്വതക്കാറ്റ്, കരക്കാറ്റ്, താഴ്വരക്കാറ്റ് എന്നിവ. കൂടാതെ മൺസൂൺ കാറ്റുകളും കാലികവാദങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ പറഞ്ഞു, വടക്ക് കിഴക്കൻ മൺസൂണും പറഞ്ഞു. ഇനി അടുത്തത് പ്രാദേശികവാദങ്ങൾ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രാദേശികമായ താപമർദ്ദ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന കാറ്റുകളാണ് പ്രാദേശികവാദങ്ങൾ. ഏതൊക്കെയാണ് പ്രാദേശികവാദങ്ങൾ നോക്കാം. ഒന്ന്, ലൂ. ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന ഒരു ഉഷ്ണക്കാറ്റാണ് ലൂ. ചിനൂക്ക്. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതച്ചെരിവിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. ഫൊൻ. യൂറോപ്പിലെ ആൽസ് പർവ്വതച്ചെരിവിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ഫൊൻ. ഹർമാറ്റൻ. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയെ മരുഭൂമിയിൽ കൊടുംചൂടിന് ശമനം നൽകുന്നതാണ് ഹർമാറ്റൻ. അപ്പോൾ ഏതൊക്കെയാണ് പ്രാദേശികവാദങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ലൂ, ചിനൂക്ക്, ഫൊൻ, ഹർമാറ്റൻ. ഏതൊക്കെയാണ് ലൂ, ചിനൂക്ക്, ഫൊൻ, ഹർമാറ്റൻ. ലൂ വീശുന്നത് എവിടെയാണ്? ഉത്തരേന്ത്യൻ സമതലത്തിലാണ്. ചിനുക്ക് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതച്ചെരിവിലാണ് ചിനുക്ക്. ചിനുക്ക് വീശുന്നത് എവിടെയാണ്? വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതച്ചെരിവിലാണ് ചിനുക്ക് വീശുന്നത്. ഫൊൻ യൂറോപ്പിലെ ആൽപ്സ് പർവ്വതത്തിൽ വീശുന്നു. ഫൊൻ എവിടെയാണ് വീശുന്നത്? യൂറോപ്പിലെ ആൽപ്സ് പർവ്വതത്തിലാണ് ഫൊൻ വീശുന്നത്. യൂറോപ്പിലെ ആൽപ്സ് പർവ്വതത്തിൽ വീശുന്ന കാറ്റാണ് ഫൊൻ. ഹർമാറ്റൻ. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ വീശുന്ന കാറ്റാണ് ഹർമാറ്റൻ. അപ്പോൾ മാറിപ്പോവരുത്. ലൂ ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുമ്പോൾ ചിനൂക്ക് വീശുന്നത് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതച്ചെരിവിലാണ്. ചിനൂക്ക് വീശുന്നത് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതച്ചെരിവിലാണ്. ഫൊൻ യൂറോപ്പിലെ ആൽസ് പർവ്വതച്ചെരിവിലാണ്. ഹർമാറ്റൻ ആഫ്രിക്കയിലാണ്. ഫൊൻ യൂറോപ്പിലെ ആൽസ് പർവ്വതച്ചെരിവിലും ചിനൂക്ക് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതച്ചെരിവിലും ഹർമാറ്റൻ ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിലുമാണ്. അടുത്തത് അസ്ഥിരവാദങ്ങൾ. ഹ്രസ്വകാലം മാത്രം നിലനിൽക്കുന്നതും ശക്തിയോ ദിശയോ പ്രവചിക്കാനാകാത്തതുമായ കാറ്റുകളാണ് അസ്ഥിരവാദങ്ങൾ. അസ്ഥിരവാദങ്ങൾ വളരെ കുറച്ചു കാലം മാത്രം നിലനിൽക്കുന്നവയാണ്. അതിൻ്റെ ശക്തിയോ ദിശയോ പ്രവചിക്കാനാകാത്തതുമാണ്. ചക്രവാതങ്ങളും പ്രതിചക്രവാദങ്ങളുമാണ് അസ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണങ്ങൾ. ചക്രവാതങ്ങളും പ്രതിചക്രവാദങ്ങളും. ന്യൂനമർദ്ദ കേന്ദ്രങ്ങളിലേക്ക് ചുറ്റുപാടുകളിൽ നിന്നും ശക്തമായ കാറ്റ് ചുഴറ്റി വീശുന്ന വ്യവസ്ഥകളാണ് ചക്രവാതങ്ങൾ. എന്താണ് ചക്രവാതങ്ങൾ? ന്യൂനമർദ്ദ കേന്ദ്രങ്ങളിലേക്ക് ചുറ്റുപാടുകളിൽ നിന്നും ശക്തമായി കാറ്റ് ചുഴറ്റി വീശുന്ന വ്യവസ്ഥകളാണ് ചക്രവാതങ്ങൾ. ഉഷ്ണമേഖലാ ചക്രവാതങ്ങളെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉള്ളവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഹരിക്കെയിൻസ്, ടൈഫൂൺസ്, വില്ലിവില്ലീസ്, ടൊർണാഡോ ഇവയാണ് ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾക്ക് ഉദാഹരണം. ഏതൊക്കെയാണ്? ഹരിക്കെയിൻസ്, ടൈഫൂൺസ്, വില്ലിവില്ലീസ്, ടൊർണാഡോ. ഉഷ്ണമേഖലാ ചക്രവാതങ്ങളാണ് ഹരിക്കെയിൻസ്, ടൈഫൂൺസ്, വില്ലിവില്ലീസ്, ടൊർണാഡോ എന്നിവ. ഉത്തരാർദ്ധഗോളത്തിൽ ചക്രവാതങ്ങളിലെ വായുപ്രവാഹം ഘടികാരദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിൽ ഘടികാരദിശയിലുമാണ്. ഉത്തരാർദ്ധഗോളത്തിൽ ചക്രവാതങ്ങളിലെ വായുപ്രവാഹം ഘടികാരദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിൽ അത് ഘടികാരദിശയിലുമാണ്. അടുത്തത് പ്രതിചക്രവാതം. ഉച്ചമർദ്ദ കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തേക്ക് കാറ്റ് ചുഴറ്റി വീശുന്ന വ്യവസ്ഥകളാണ് പ്രതിചക്രവാതങ്ങൾ. ഉച്ചമർദ്ദ കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തേക്ക് കാറ്റ് ചുഴറ്റി വീശുന്ന വ്യവസ്ഥകളാണ് പ്രതിചക്രവാതങ്ങൾ. സൗരോർജ്ജത്തിൻ്റെ സ്വാധീനം കൊണ്ടുണ്ടാകുന്ന മറ്റൊരു പ്രധാന ദിനാന്തരീക്ഷ ഘടകമാണ് അന്തരീക്ഷ ആർദ്രത. അന്തരീക്ഷത്തിൽ അദൃശ്യമായി നിലകൊള്ളുന്ന ജലാംശത്തെ അന്തരീക്ഷ ആർദ്രത എന്ന് വിളിക്കുന്നു.
നിശ്ചിത വ്യാപ്തം അന്തരീക്ഷവായുവിൽ അടങ്ങിയിട്ടുള്ള അന്തരീക്ഷജലത്തിൻ്റെ യഥാർത്ഥ അളവിനെ കേവല ആർദ്രത എന്ന് വിളിക്കുന്നു. ഒരു നിശ്ചിത വ്യാപ്തം അന്തരീക്ഷവായുവിൽ അടങ്ങിയിട്ടുള്ള അന്തരീക്ഷജലത്തിൻ്റെ യഥാർത്ഥ അളവിനെയാണ് കേവല ആർദ്രത എന്ന് വിളിക്കുന്നത്. ഒരു നിശ്ചിത സമയത്ത് നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷവായുവിൽ അടങ്ങിയിട്ടുള്ള ജലത്തിൻ്റെ യഥാർത്ഥ അളവും ആ നിർണായക ഊഷ്മാവിൽ വായുവിന് ആകെ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ജലാംശവും തമ്മിലുള്ള അനുപാതത്തെ ആപേക്ഷിക ആർദ്രത എന്ന് വിളിക്കുന്നു. എന്താണ് ആപേക്ഷിക ആർദ്രത? ഒരു നിശ്ചിത സമയത്ത് നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷവായുവിൽ അടങ്ങിയിട്ടുള്ള ജലത്തിൻ്റെ യഥാർത്ഥ അളവും ആ നിർണായക ഊഷ്മാവിൽ വായുവിന് ആകെ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ജലാംശവും തമ്മിലുള്ള അനുപാതത്തെ ആപേക്ഷിക ആർദ്രത എന്ന് വിളിക്കുന്നു. എങ്ങനെയാണ് ആപേക്ഷിക ആർദ്രത കാണുന്നത്? കേവല ആർദ്രത ഡിവൈഡഡ് ബൈ അന്തരീക്ഷത്തിൻ്റെ ആകെ ജലാകിരണശേഷി ഇൻറ്റു 100. എങ്ങനെയാണ് ആപേക്ഷിക ആർദ്രത കാണുന്നത്? കേവല ആർദ്രത ഡിവൈഡഡ് ബൈ അന്തരീക്ഷത്തിൻ്റെ ആകെ ജലാകിരണശേഷി ഇൻറ്റു 100. അന്തരീക്ഷ ആർദ്രത അളക്കാൻ ഹൈഗ്രോമീറ്റർ, വൈറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ എന്നിവ ഉപയോഗിക്കുന്നു. അന്തരീക്ഷം പൂർണ്ണമായും ജലപൂരിതമാകുന്ന അവസ്ഥയെ പൂരിതാവസ്ഥ എന്നും അന്തരീക്ഷം ജലപൂരിതമാകുന്ന നിർണായക ഊഷ്മാവിനെ പൂരിതാങ്കം എന്നും വിളിക്കുന്നു. അന്തരീക്ഷ ജലം പൂരിതമാകുന്നതിലൂടെ ഘനീകരണം ആരംഭിക്കുന്നു. അന്തരീക്ഷം ജലപൂരിതമാകുന്നതോടെ ഘനീകരണം ആരംഭിക്കുന്നു. അടുത്തത് ഘനീകരണ രൂപങ്ങൾ. ഏതൊക്കെയാണ് ഘനീകരണ രൂപങ്ങൾ? തുഷാരം, ഹിമം, മൂടൽമഞ്ഞ്, മേഘങ്ങൾ ഇവയൊക്കെയാണ് ഘനീകരണ രൂപങ്ങൾ. ഏതൊക്കെയാണ്? തുഷാരം, ഹിമം, മൂടൽമഞ്ഞ്, മേഘങ്ങൾ. തുഷാരം എന്താണെന്ന് നോക്കാം. രാത്രികാലത്ത് ഭൗമോപരിതലം തണുക്കുന്നതിനെ തുടർന്ന് ഉപരിതലത്തിലോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗവും തണുക്കുന്നു. നീരാവി ഘനീഭവിച്ച് വെള്ളത്തുള്ളികളിലായി പുൽത്തകിടുകളിലും ഇലകളിലും മറ്റും തണുത്ത പ്രതലങ്ങളിലും പറ്റിപ്പിടിക്കുന്നു. ഇതാണ് ഘനീകരണം. അടുത്തത് ഹിമം. അന്തരീക്ഷ താപനില 0 ഡിഗ്രി സെൽഷ്യസിൽ താഴെയായി കുറയുന്ന പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ തുഷാരത്തിൻ്റെ സ്ഥാനത്ത് നേർത്ത ഹിമകണികകൾ രൂപകൊള്ളുന്നു. അതാണ് ഹിമം. അടുത്തത് മൂടൽമഞ്ഞ്. അന്തരീക്ഷം തണുക്കുമ്പോൾ നീരാവി ഘനീഭവിച്ച് നേർത്ത ജലകണികളായി അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നു. അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന വിധാനങ്ങളിൽ പൊടിപടലങ്ങൾ കേന്ദ്രീകരിച്ച് ഘനീകരണം നടക്കുന്നതിനാലാണ് മൂടൽമഞ്ഞ് ഉണ്ടാകുന്നത്. മൂടൽമഞ്ഞിലൂടെയുള്ള ദൂരക്കാഴ്ചയെ അടിസ്ഥാനമാക്കി അവയെ രണ്ടായി തിരിക്കാം. നേർത്ത മൂടൽമഞ്ഞ് അഥവാ മിസ്റ്റ്, കനത്ത മൂടൽമഞ്ഞ് അഥവാ ഫോഗ്. അടുത്തത് മേഘങ്ങൾ. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് ഘനീകരണം നടക്കുന്നതിലൂടെയാണ് മേഘങ്ങൾ ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ രൂപം കൊള്ളുന്ന ജലകണികകളുടെ വലിപ്പം 0.001 സെൻറ്റിമീറ്ററിലും താഴെയാണ്. അപ്പോൾ അത്തരത്തിൽ രൂപം കൊള്ളുന്ന ജലകണികളുടെ വലിപ്പം എത്രയാണ്? 0.001 സെൻറ്റിമീറ്ററിലും താഴെയാണ്. അതിനാലാണ് അവ അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നത്. ഇനി മേഘങ്ങൾ അവയുടെ രൂപങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ. താഴ്ന്ന വിധാനങ്ങളിൽ കനത്ത പാളികളായി കാണുന്നവയാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നത് സിറസ് മേഘങ്ങളും താഴ്ന്ന വിധാനങ്ങളിൽ കനത്ത പാളികളായി കാണപ്പെടുന്നത് സ്ട്രാറ്റസ് മേഘങ്ങളുമാണ്. ഉയർന്ന തോതിലുള്ള സംവഹന പ്രവാഹത്തിൻ്റെ ഫലമായി രൂപം കൊള്ളുന്ന പഞ്ഞിക്കെട്ടുകൾക്ക് സമാനമായ മേഘങ്ങളെയാണ് ക്യുമുലസ് മേഘങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പഞ്ഞിക്കെട്ടുകൾ ക്യുമുലസ് മേഘങ്ങളാണ്. താഴ്ന്ന വിധാനങ്ങളിൽ രൂപം കൊള്ളുന്ന ഇരുണ്ട മഴമേഘങ്ങളെ നിംബസ് മേഘങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? നേർത്ത തൂവൽക്കെട്ടുകൾ സിറസ്, കനത്ത പാളികളായി കാണപ്പെടുന്നത് സ്ട്രാറ്റസ്, പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നത് ക്യുമുലസ്. ഇനി ഇരുണ്ട മഴമേഘങ്ങളാണ് നിംബസ്. ഇനി വ്യത്യസ്ത തരം മേഘങ്ങളുടെ കൂടിച്ചേർന്ന അവസ്ഥകളാണ് സിറോ സ്ട്രാറ്റസ്, സ്ട്രാറ്റോ ക്യുമുലസ്,
ക്യുമുലോ നിംബസ്, നിംബോസ്ട്രാറ്റസ് എന്നിവ. വ്യത്യസ്ത തരം മേഘങ്ങളുടെ കൂടിച്ചേർന്ന അവസ്ഥകൾ ഏതൊക്കെയാണ്? സിറോസ്ട്രാറ്റസ്, സ്ട്രാറ്റോക്യുമുലസ്, ക്യുമുലോ നിംബസ്, നിംബോസ്ട്രാറ്റസ് എന്നിവ. തുടർച്ചയായ ഘനീകരണത്തിലൂടെ മേഘങ്ങളിൽ ജലകണികകളുടെ വലുപ്പം കൂടുന്നു. ഗുരുത്വാകർഷണത്തെ പ്രതിരോധിക്കാൻ കഴിയാതെ കഴിയാത്ത അത്ര വലുപ്പം ആർജിക്കുന്നതോടെ ജലകണികകൾ മേഘങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെടുകയും വ്യത്യസ്ത രൂപത്തിൽ ഭൂമിയിൽ പതിക്കുകയും ചെയ്യുന്നു. ഇതിനെ വർഷണം എന്ന് വിളിക്കുന്നു. വർഷണം എന്താണ്? തുടർച്ചയായ ഘനീകരണത്തിലൂടെ മേഘങ്ങളിൽ ജലകണികകളുടെ വലുപ്പം കൂടുന്നു. ഗുരുത്വാകർഷണത്തെ പ്രതിരോധിക്കാൻ കഴിയാത്തത്ര വലുപ്പം ആർജിക്കുന്നതോടെ ജലകണികകൾ മേഘങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെടുകയും വ്യത്യസ്ത രൂപത്തിൽ ഭൂമിയിൽ പതിക്കുകയും ചെയ്യുന്നതാണ് വർഷണം. ഇനി വർഷണത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് മഴ, മഞ്ഞുവീഴ്ച, ആലിപ്പഴ വീഴ്ച എന്നിവ. ഏതൊക്കെയാണ്? മഴ, മഞ്ഞുവീഴ്ച, ആലിപ്പഴ വീഴ്ച. അന്തരീക്ഷ താപനില 0 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണെങ്കിൽ വർഷണം നേർത്ത ഹിമപരലുകളുടെ രൂപത്തിലാകും. ഇതാണ് മഞ്ഞുവീഴ്ച. മേഘങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട ജലകണികകൾ അന്തരീക്ഷത്തിൻ്റെ വിവിധ തലങ്ങളിൽ വെച്ച് ആവർത്തിച്ചുള്ള ഘനീകരണത്തിന് വിധേയമാകുന്നതിനാൽ പാളികളായി തണുത്തുറഞ്ഞ് മഞ്ഞുകട്ടകളുടെ രൂപത്തിൽ ഭൂമിയിൽ പതിക്കുന്നതാണ് ആലിപ്പഴ വീഴ്ച. കടലിൽ നിന്നും നീരാവി പൂരിതമായ കാറ്റ് കരയിൽ പ്രവേശിക്കുകയും പർവ്വത ചെരിവുകളിൽ തട്ടി ഉയരുകയും ചെയ്യുന്നു. ഈ കാറ്റിന് അഭിമുഖമായ പർവ്വതവശത്ത് ഘനീകരണത്തിനും മഴമേഘങ്ങളുടെ രൂപീകരണത്തിനും ഇടയാക്കുന്നു. ഇതാണ് പർവ്വതമഴ. കാറ്റിന് അഭിമുഖമായ വശങ്ങളിൽ കൂടുതൽ മഴ ലഭിക്കുമ്പോൾ മറുവശങ്ങളിൽ താഴ്ന്നിറങ്ങുന്നത് വരണ്ട കാറ്റായതിനാൽ അവിടങ്ങളിൽ മഴ ലഭിക്കുന്നില്ല. ഇത്തരം പ്രദേശങ്ങളെ മഴനിഴൽ പ്രദേശങ്ങളെന്ന് വിളിക്കുന്നു. അപ്പോൾ മഞ്ഞുവീഴ്ച പറഞ്ഞു, ആലിപ്പഴ വീഴ്ച പറഞ്ഞു, പർവ്വതമഴ പറഞ്ഞു, മഴനിഴൽ പ്രദേശങ്ങൾ പറഞ്ഞു. ഉഷ്ണകാലത്ത് ഉച്ചതിരിഞ്ഞ് ഉള്ള സമയങ്ങളിൽ ലഭിക്കുന്ന മഴയെ സംവഹന വൃഷ്ടി എന്ന് പറയുന്നു, അഥവാ 4 മണി മഴ. ഒരു ചക്രവാത വ്യവസ്ഥയിൽ ഉഷ്ണവായുവും ശീതവായുവും കൂടിച്ചേരുമ്പോൾ ഭാരം കുറഞ്ഞ ഉഷ്ണവായു ഉയർത്തപ്പെടുകയും തുടർന്ന് ഘനീകരണത്തിന് മഴയ്ക്കും കാരണമാകുന്നതാണ് ചക്രവാത വൃഷ്ടി. ഉഷ്ണ-ശീതവായു സഞ്ചയങ്ങൾ സംയോജിക്കുന്ന അതിരുകളെ വാതമുഖങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഇത്തരം മഴയെ വാതമുഖ മഴ എന്നും വിളിക്കുന്നു. ചില പ്രത്യേക പ്രദേശങ്ങളിൽ ചുരുങ്ങിയ സമയം കൊണ്ട് വൻതോതിൽ മഴയുണ്ടാകുന്ന പ്രതിഭാസമാണ് അതിതീവ്ര മഴ. ഇത് മിന്നൽ പ്രളയങ്ങൾക്കും ഉരുൾപൊട്ടലിനും കാരണമാകുന്നു. മണിക്കൂറിൽ 10 സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴ ലഭിച്ചാലാണ് മേഘവിസ്ഫോടനമായി കണക്കാക്കുന്നത്. എത്രയാണ്? മണിക്കൂറിൽ 10 സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴ ലഭിച്ചാൽ അത് മേഘവിസ്ഫോടനമായി കണക്കാക്കുന്നു. മേഘവിസ്ഫോടനങ്ങൾ കൂടുതലും പർവ്വത മേഖലകളിലാണ് ഉണ്ടാകുന്നത്. 2019 കവളപ്പാറ പുത്തുമല ഉരുൾപൊട്ടൽ മേഘവിസ്ഫോടന ഫലമായി ഉണ്ടായതാണ്. അതുപോലെ തന്നെ 2024 മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലും മേഘവിസ്ഫോടനത്തിൻ്റെ ഫലമായി ഉണ്ടായതാണ്. ഇതൊക്കെയാണ് 2019 കവളപ്പാറ പുത്തുമല. 2019 ഉരുൾപൊട്ടൽ ഉണ്ടായത് കവളപ്പാറ പുത്തുമല, 2024 മുണ്ടക്കൈ ചൂരൽമല. എന്നാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് ഉരുൾപൊട്ടിയത്? 2024 ജൂലൈ 30. 2024 ജൂലൈ 30 വയനാട് ഉരുൾപൊട്ടൽ. വയനാട് ജില്ലയിലെ വെള്ളരിമല ഗ്രാമത്തിലെ ചൂരൽമലയിലും മുണ്ടക്കയിലുമാണ് ഉരുൾപൊട്ടിയത്. എവിടേക്കാണ് ഉരുൾപൊട്ടിയത്? ചൂരൽമലയിലും മുണ്ടക്കയിലും.
ചൂരൽമലയിൽ 48 മണിക്കൂറിൽ പെയ്ത 572 മില്ലിമീറ്റർ മഴയാണ് ഉരുൾപൊട്ടലിന് കാരണമായത്. പുലർച്ചെ 12:30-നും 4:10-നും ഇടയിലായിട്ടാണ് ഉരുൾപൊട്ടിയത്. 3.5 മണിക്കൂറിന് 2 തവണയാണ് ഉരുൾപൊട്ടിയത്. 3.5 മണിക്കൂറിൽ 2 തവണയാണ് ഉരുൾപൊട്ടിയത്. ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രം മേപ്പാടി, പുഞ്ചിരിമട്ടം എന്നിവയാണ്. സൈന്യം, NTRF, അഗ്നിരക്ഷാസേന, പോലീസ്, വനം വകുപ്പ് ഇവ ഏകോപിപ്പിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. വയനാട് ഉരുൾപൊട്ടൽ സംബന്ധിച്ച് സ്വമേധയാ കേസെടുത്ത കോടതിയാണ് ഹരിത ട്രിബ്യൂണൽ ദക്ഷിണ മേഖലാ ബെഞ്ച്. വയനാട് ദുരിതാശ്വാസ ക്യാമ്പുകളിലെ കുട്ടികളുടെ മാനസിക സംഘർഷം കുറയ്ക്കുന്നതിന് ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് കുട്ടിയിടം. വയനാട് ദുരന്തഭൂമിയിൽ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ബെയ്ലി പാലം നിർമ്മിച്ച സൈനിക സംഘത്തിലെ മേധാവിയാണ് മേജർ സീത അശോക് ഷെൽക്കെ. ബെയ്ലി പാലം നിർമ്മിച്ചത് മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പാണ്. ഇന്ത്യൻ ആർമി. വയനാട് ദുരന്തം പശ്ചാത്തലമാക്കി പ്രഭാവർമ്മ എഴുതിയ കവിതയാണ് ഉറ്റവർ. വയനാട് ഉരുൾപൊട്ടലിൻ്റെ ഉപഗ്രഹ ചിത്രവും ആഘാത ഭൂപടവും പുറത്തുവിട്ട ബഹിരാകാശ ഏജൻസിയാണ് ISRO. ISROയ്ക്ക് വേണ്ടി ചിത്രങ്ങൾ പകർത്തിയ ഉപഗ്രഹമാണ് കാർട്ടോസാറ്റ് 3. ISROയുടെ നിരീക്ഷണങ്ങളാണ്, അതായത് ഈ വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ISROയുടെ നിരീക്ഷണങ്ങളാണ്. നിരപ്പിൽ നിന്ന് 1550 മീറ്റർ ഉയരത്തിലാണ് ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രം. ദുരന്തത്തിൽ ഏകദേശം 86,000 ചതുരശ്ര മീറ്റർ ഭൂമിയാണ് അപ്രത്യക്ഷമായത്. ഉരുൾപൊട്ടിയ അവശിഷ്ടങ്ങൾ 8 കിലോമീറ്ററോളമാണ് സഞ്ചരിച്ചത്. കേരളത്തിലെ കൂടുതൽ ഭാഗങ്ങളും ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള പ്രദേശമാണെന്നും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് വയനാട് ഉരുൾപൊട്ടലിനെ കുറിച്ച് പറഞ്ഞത്. നമുക്ക് കറണ്ട് അഫെയർ ആയി പറഞ്ഞതാണ്. ബാക്കി ഭാഗങ്ങളാണ് ഈ ജോഗ്രഫി ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്.